നമസ്കാരം. സോഷ്യൽ സയൻസിലെ 25 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. K-TET സോഷ്യൽ സയൻസ് കാറ്റഗറി 2 എഴുതുന്നവർക്കും HSA സോഷ്യൽ സയൻസുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ഗ്ലൂസ്ട്ര ട്രാവൻകൂറിക്ക ഏത് മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? എ. തേക്ക്, ബി. ചന്ദനം, സി. ചെന്തുരുണി, ഡി. നീലക്കുറിഞ്ഞി. ഉത്തരം സി. ചെന്തുരുണി. ചോദ്യം 2, ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ തസ്തിക സൃഷ്ടിക്കപ്പെട്ടത്? എ. 1861 കൗൺസിൽ നിയമം, ബി. 1773 റെഗുലേറ്റിംഗ് നിയമം, സി. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം, ഡി. 1784 പീറ്റിൻ്റെ നിയമം. ഉത്തരം ഡി. 1784 പീറ്റിൻ്റെ നിയമം. ചോദ്യം 3, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം? എ. 41, ബി. 3, സി. 44, ഡി. 34. ഉത്തരം എ. 41. ചോദ്യം 4, ഇന്ത്യയോട് ചേർക്കും മുൻപ് ദാദ്രയും നഗർ ഹവേലിയും ഏത് രാജ്യത്തിൻ്റെ എൻക്ലേവുകളായിരുന്നു? എ. ഫ്രാൻസ്, ബി. പോർച്ചുഗൽ, സി. നെതർലാൻഡ്സ്, ഡി. ഡെൻമാർക്ക്. ഉത്തരം ബി. പോർച്ചുഗൽ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്ന നദി? എ. കുറ്റ്യാടി, ബി. മയ്യഴിപ്പുഴ, സി. കുളത്തുപുഴ, ഡി. കോരപ്പുഴ. ഉത്തരം ബി. മയ്യഴിപ്പുഴ. ചോദ്യം 6, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? എ. പ്രൊവിൻഷ്യൽ അസംബ്ലികൾ, ബി. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ, സി. ഇന്ത്യയിലെ ജനങ്ങൾ, ഡി. ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഉത്തരം എ. പ്രൊവിൻഷ്യൽ അസംബ്ലികൾ. ഏഴാമത്തെ ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ തൂലികാനാമം? എ. ഭാരതീയൻ, ബി. കലാം, സി. ആസാദ്, ഡി. ചാണക്യൻ. ഉത്തരം സി. ആസാദ്. എട്ടാമത്തെ ചോദ്യം, കേരളത്തെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? എ. പെരിയ ചുരം, ബി. പാലക്കാട് ചുരം, സി. ബോധിനായകന്നൂർ ചുരം, ഡി. ആര്യങ്കാവ് ചുരം. ഉത്തരം സി. ബോധിനായകന്നൂർ ചുരം. ഒൻപതാമത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിൽ പ്ലേഗ് ബാധ ഉണ്ടായതിനാലാണ് വേദി ബോംബെയിലേക്ക് മാറ്റിയത്? എ. പൂനെ, ബി. നാഗ്പൂർ, സി. നാസിക്, ഡി. കൽക്കട്ട. ഉത്തരം എ. പൂനെ. പത്താമത്തെ ചോദ്യം, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന വരികൾ ആദ്യമായി മുഴക്കിയതാര്? എ. രാജഗുരു, ബി. സുഭാഷ് ചന്ദ്രബോസ്, സി. ഭഗത് സിംഗ്,
ഡി ഗാന്ധിജി. ഉത്തരം സി ഭഗത് സിംഗ്. 11ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം. എ 11, ബി 9, സി 17, ഡി 21. ഉത്തരം സി 17. 12ാമത്തെ ചോദ്യം. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരുടെ സ്മാരകമാണ്? എ ഉള്ളൂർ, ബി ഉണ്ണായി വാര്യർ, സി വള്ളത്തോൾ, ഡി ആശാൻ. ഉത്തരം ബി ഉണ്ണായി വാര്യർ. 13ാമത്തെ ചോദ്യം. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ട സ്ഥലം. എ പത്തനാപുരം, ബി കൊട്ടാരക്കര, സി തിരുവല്ല, ഡി ഇതൊന്നുമല്ല. ഉത്തരം ബി കൊട്ടാരക്കര. 14ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ നിർണയിച്ചതാര്? എ ലാൻഡ് പ്രഭു, ബി കഴ്സൺ പ്രഭു, സി സർ മോർട്ടിമർ ഡ്യൂറന്റ്, സി ഡി റീഡിംഗ് പ്രഭു. ഉത്തരം സി സർ മോർട്ടിമർ ഡ്യൂറന്റ്. 15ാമത്തെ ചോദ്യം. 1888 മണ്ഡിയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മഹാത്മാ എന്ന ബഹുമതി നൽകപ്പെട്ട വ്യക്തി ആര്? എ ജ്യോതിറാവു ഫുലെ, ബി ഗാന്ധിജി, സി MG റാനഡെ, ഡി വീരേശലിംഗം. ഉത്തരം എ ജ്യോതിറാവു ഫുലെ. 16ാമത്തെ ചോദ്യം. വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് എന്ന്? എ 1948, ബി 1945, സി 1935, ഡി 1925. ഉത്തരം ബി 1945. 17ാമത്തെ ചോദ്യം. ആയ് രാജവംശത്തെ അയോയ് എന്ന് രേഖപ്പെടുത്തിയതാര്? എ മാർക്കോപോളോ, ബി മെഗസ്തനീസ്, സി ടോളമി, ഡി പ്ലിനി. ഉത്തരം സി ടോളമി. 18ാമത്തെ ചോദ്യം. കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠയ്ക്കുള്ള സഹായങ്ങൾ നൽകിയ ചേര രാജാവ്? എ ഉദിയൻ ചേരൻ, ബി ചേരൻ ചെങ്കുട്ടവൻ, സി നെടും ചേരലാതൻ, സി ഇവരാരുമല്ല. ഉത്തരം ബി ചേരൻ ചെങ്കുട്ടവൻ. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? എ യൂണിയൻ ലിസ്റ്റിൽ, ബി സ്റ്റേറ്റ് ലിസ്റ്റിൽ, സി കൺകറന്റ് ലിസ്റ്റിൽ, ഡി ഇവയിലൊന്നിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഉത്തരം സി കൺകറന്റ് ലിസ്റ്റിൽ. 20ാമത്തെ ചോദ്യം. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? എ 7ാമത്തെ, ബി 8ാമത്തെ, സി 9ാമത്തെ, ഡി 10ാമത്തെ. ഉത്തരം ബി 8ാമത്തെ. 21ാമത്തെ ചോദ്യം. ദാമൻ ദിയു ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? എ അലഹബാദ്, ബി ചെന്നൈ,
സി മുംബൈ, ഡി ഡൽഹി. ഉത്തരം സി മുംബൈ. 22ാമത്തെ ചോദ്യം. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. എ പൊയ്കയിൽ യോഹന്നാൻ, ബി ബ്രഹ്മാനന്ദ ശിവയോഗി, സി വാഗ്ഭടാനന്ദൻ, ഡി ആഗമാനന്ദ സ്വാമി. ഉത്തരം എ പൊയ്കയിൽ യോഹന്നാൻ. 23ാമത്തെ ചോദ്യം. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി. എ കെ കേളപ്പൻ, ബി കെ പി കറുപ്പൻ, സി കെ അയ്യപ്പൻ, ഡി രാമകൃഷ്ണപിള്ള. ഉത്തരം ബി കെ പി കറുപ്പൻ. 24ാമത്തെ ചോദ്യം. ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേര്. എ പിഗ്മാലിയൻ പോയിന്റ്, ബി പോയിന്റ് കാലിമർ, സി ഡാർവിന്റ് പോയിന്റ്, ഡി തൂലിയർ പോയിന്റ്. ഉത്തരം എ പിഗ്മാലിയൻ പോയിന്റ്. അവസാനത്തെ ചോദ്യം. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം. എ ഹൈദരാബാദ്, ബി ഡെറാഡൂൺ, സി ബാംഗ്ലൂരു, ഡി ന്യൂഡൽഹി. ഉത്തരം ഡി ന്യൂഡൽഹി. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.